കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം പൊളിഞ്ഞു വീണു. 14-ാം വാർഡിലെ കെട്ടിടത്തിലെ ഒരു ഭാഗവും കൈവരികളും ചുമരുമാണ് പൊളിഞ്ഞു വീണത്. സൗണ്ട് കേട്ടിട്ട് ഓടി ഇറങ്ങി വന്ന വീണിറങ്ങുമ്പോൾ ഡയറക്റ്റ് ഓടിപ്പോകുന്നു. ഒരു കൊച്ച് കിടന്ന് കരയുന്നുണ്ട്. അതിനകത്ത് പെട്ടുപോയായിരുന്നു. അപ്പം അതിൻ്റെ നടുവ് പോകുന്നില്ലെന്ന് പറഞ്ഞത്. അപ്പം എടുത്ത് തുളയിട്ടുകൊണ്ട് ഇറങ്ങി വന്ന അതാ ചോര, അല്ലാതൊന്നുമില്ല. ആ കൊച്ചിനെ രക്തക്കരയാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇപ്പം ആളുണ്ടെന്നില്ല. പക്ഷേ ആളുണ്ടെന്നുള്ള ചാൻസ് ഇല്ല. കാരണം ആളുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയാലും. മന്ത്രിമാരായ വീണ ജോർജും VN വാസുവിനും അപകടസ്ഥലം സന്ദർശിച്ചിരുന്നു. അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് തകർന്നു വീണതെന്നും ആർക്കും പരിക്കില്ലെന്നും ഗുരുതര പരിക്കുകളില്ലെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. വേറെ അടച്ചിട്ടിരുന്ന വാർഡുമായിട്ട് ബന്ധമില്ല. ഇതിവിടെ വേസ്റ്റ് ഒക്കെ കൊണ്ടെത്തുന്ന രൂപത്തിൽ ഡംപ് ചെയ്തിരുന്ന അടച്ചിട്ടിരുന്നൊരു സ്ഥാനം. അതിനകത്തൊരു കൂടുതൽ വിവരങ്ങളുമായി ടോമി മാങ്കൂട്ടം ചേരുകയാണ്. ടോമി, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? അപകടത്തിൽ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? അതുപോലെ തന്നെ മന്ത്രി പറഞ്ഞത് ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു എന്നാണ്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് 2 പേർക്ക് രാവിലെ 11 മണിയോടുകൂടിയാണ് ഇടിഞ്ഞു വീണത്. ഉപയോഗിക്കാതെ കിടന്ന കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. നേരത്തെ സർജറി ഓർത്തോ വിഭാഗമായാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. 3 നിലകളുള്ള ഈ കെട്ടിടത്തിന് ബലക്ഷയം കണ്ടതോടെ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപകടമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ 10, 11, 14 വാർഡിലുണ്ടായിരുന്ന 100-ലധികം രോഗികളെ സമീപത്തുള്ള മറ്റ് വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകട സമയത്ത് ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ പരിസരത്ത് നിന്നവർക്കാണ് പരിക്കേറ്റത്. ഇതിനിടെ ഇവിടെ ഉണ്ടായിരുന്ന തരുവലപ്പുറം സ്വദേശിയായ ഒരു സ്ത്രീയെ കാണാനില്ല എന്ന ഒരു പരാതിയും ലഭിച്ചിട്ടുണ്ട്. വയനാട് മീനങ്ങാടി സ്വദേശി 11 വയസ്സുള്ള അലീന വിൻസെന്റിനാണ് ഇവിടെ പരിക്കേറ്റിരിക്കുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് 10-ാം വാർഡിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മുത്തശ്ശി ത്രസ്യാമ്മയുടെ ബൈസ്റ്റാൻഡറായി നിൽക്കുകയായിരുന്നു അലീന. രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ കാഷ്വാലിറ്റി ജീവനക്കാരനായ അമൽ പ്രദീപിന് ട്രോളി വന്നിട്ട് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. ഒളിഞ്ഞു വീണ കെട്ടിടത്തിന് സമീപത്ത് JCB ഉപയോഗിച്ച് പരിശോധന നടക്കുകയാണ്. ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റും സ്ഥലത്ത് എത്തി പരിശോധന നടത്തുന്നുണ്ട്. ശരി ടോമി, വ്യക്തമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണിരിക്കുകയാണ്. സാരമായ പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് ടോമി മാങ്കൂട്ടത്തിലായിരുന്നു.